ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരിചയക്കാരുടെ മുന്നില് അന്തസ്സോടെ ജീവിക്കുന്ന ആളാ ഞാൻ. എന്റെ അന്തസ് നീയായിട്ട് കെടുത്തിയ നിന്റെ അഹങ്കാരത്തിന് മറുപടി പറയാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. നിത്യയെ മനസ്സിൽ ആലോചിച്ച എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യ് ചെയ്യാറേ. എടാ ഹരി, ഈ കണ്ടീഷൻ മോശമായ രോഗികളെ മറ്റുള്ളവർ കാണാൻ പാടില്ല. ഹരിയുടെ കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. ഹലോ. ഹാ, മൊഴിയെടുക്കുന്ന ചടങ്ങടക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ സത്യസന്ധമായ മൊഴി? സാർ ഒരു കാര്യം ചെയ്യ് സാറേ, ആ മൊഴി അങ്ങ് കീറിക്കളഞ്ഞേക്ക്. ഇത് ജീവന്റെ കേസ് ഡയറിയിൽ എഴുതേണ്ട കാര്യമല്ല. മനസ്സിലായോ? എന്നാ ശരി. സത്യം പറയാലോ ഹരി, ഇങ്ങനൊരു കാര്യം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ പോലെയൊന്നും അല്ലല്ലോ താൻ. സ്വഭാവത്തിന് ഒരു കളങ്കും ഏൽക്കാത്ത ആളല്ലേ താൻ. ആ താനൊരു പെണ്ണിന്റെ വീട്ടില് അർദ്ധരാത്രി കയറി ചെന്ന് അവളെ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മോശം മോശം. അയ്യേ, അല്ല, സത്യത്തിൽ ഇത് നടന്നാണോ? അതോ ആരെങ്കിലും? അതെ, താനാണിത് കെട്ടിച്ചമച്ചതെന്ന് നിന്റെ മുഖത്തൊക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ. കിഴിക്കാതെ പിന്നെ എന്തന്വേഷിക്കണേ നീ ഇപ്പൊ കയറി വന്നേ? ഹരി, കേസെടുത്താൽ അത് അപകടമായിരിക്കുമെന്ന് CI തന്നോട് പറഞ്ഞതല്ലേ. പക്ഷെ കേസെടുക്കാൻ പാടില്ലെന്ന് ഞാൻ അയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിന്നെ രക്ഷിച്ചെടുക്കാനൊന്നുമല്ല. കേട്ടോ ഹരി, ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള് നീ എന്റെ മുമ്പിൽ നിന്ന് കാണണം. അതെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. ഇൻഫ്ലുവൻസർ അനന്തൻ അല്ലേ നിന്റെ ഫ്രണ്ടാ? അല്ല, ഈ 100-150 ഫോളോവേഴ്സ് ഉള്ള ഒരു ചെറിയ ചാനലില് എനിക്കെതിരെ ഒരു അലിഗേഷൻ വന്നാ ഞാനങ്ങ് ഒലിച്ചു പോകുന്ന കരുതിയോടാ നീ? എനിക്കെതിരെ ഒരു മൂവ്മെന്റ് നടത്തണമെങ്കിൽ നീയും നിന്റെ കൂടെയുള്ളവരും 1000 രാത്രി ഉറക്കെ വിളക്കേണ്ടി വരും. എനിക്കൊരു ഒറ്റ രാത്രി മതി നിന്നെ കാലാകാലം എങ്ങനെയുണ്ടല്ലോ കിടത്താൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ കേട്ടോ. ജയർ, താനൊന്ന് ഇവിടെ ഇരുന്നേ. എന്തിന്? പിന്നെന്താ, പറ ഹരി. ഒരു കോംപ്രമൈസ് ആണോ ഉദ്ദേശം? പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പാടില്ലല്ലോ. ഞാനിതിന്റെ ത്രില്ലൊക്കെ ഒന്ന് ആസ്വദിച്ചോട്ടെ.
നിനക്ക് എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം. പരിചയക്കാരുടെ മുന്നിൽ അന്തസ്സോടെ ജീവിക്കുന്ന ആളാ ഞാൻ. എന്റെ അന്തസ് നീയായിട്ട് കെടുത്തിയ നിന്റെ അഹങ്കാരത്തിന് മറുപടി പറയാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. നിത്യയെ മനസ്സിൽ ആലോചിച്ച എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യ് ചെയ്യാറേ. പക്ഷേ ഹരി ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവാതെ. എവിടെയും പോണ്ട, ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടാ. മോനെ, ഇതെന്തൊരു നാടാടാ. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും അതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നതൊക്കെ എല്ലാം കാശുള്ളവന്. തോൽവി കാണാമെന്നവൻ അത് കണ്ട് തിരിച്ചു പോയല്ലോ. അത്രയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. എന്തുപറ്റി? എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല അമ്മ. ഞാനവിടെ ചെല്ലുമ്പോ ആ CI അവിടെ ഉണ്ടായിരുന്നു. ആട്ടി ഓടിക്കായിരുന്നു എന്നെ അയാള്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് മോള് കേട്ടോ? ഒന്നടുത്തേക്ക് ചെല്ല, ഒന്ന് വിശേഷം ചോദിക്കാൻ അനുവദിക്കായിരുന്നല്ലോ അയാൾക്ക്. തിരിച്ചിറങ്ങുമ്പോ അവിടെ ജയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മേ, അയാള് ഹരിയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കൂടിയുള്ള ഒത്തുകളി അമ്മ ഇത്. എന്നോടുള്ള വൈരാഗ്യ ഹരിയോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്നെ പിന്തിരിപ്പിക്കാന്ന് അമ്മയുടെ മോൻ കരുതുന്നുണ്ടോ? എന്താ ശരവണ, നിത്യ പറയുന്നത് കേട്ട് സന്തോഷമായോ നിനക്ക്? അച്ഛനും മകനും ഇപ്പം നടത്തുന്ന വേഷം കെട്ടിന് കൂട്ടു നിൽക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മധുര നൊമ്പരക്കാറ്റ്